കണ്ണൂർ ജില്ലയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത് 3 മണ്ഡലങ്ങളിൽ. കണ്ണൂർ, അഴീക്കോട്, പേരാവൂർ മണ്ഡലങ്ങളിലാണ് പ്രവചനാതീതമായ മത്സരം. CPM വിമതർ എത്തിയതോടെ തളിപ്പറമ്പും പയ്യന്നൂരും ശ്രദ്ധാകേന്ദ്രങ്ങളാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന 3 മണ്ഡലങ്ങളിൽ 2 LDFന്റെ സിറ്റിംഗ് സീറ്റുകൾ, മറ്റൊന്ന് സാക്ഷാൽ KPCC പ്രസിഡന്റിന്റെ മണ്ഡലവും. കണ്ണൂർ നിയമസഭാ മണ്ഡലം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായാണ് LDF വിജയിച്ചത്. അതിനു മുമ്പ് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയം UDFനൊപ്പമായിരുന്നു. കടന്നപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂർ പിടിച്ചപ്പോൾ ഭരണവും 2 വട്ടവും LDF പക്ഷത്തു നിന്നു. ആ സീറ്റിൽ ഇത്തവണയും പൊരിഞ്ഞ പോരാട്ടമാണ്. കടന്നപ്പള്ളിയെ നേരിടാൻ UDF അഡ്വക്കേറ്റ് TO മോഹനെയാണ് രംഗത്തിറക്കിയത്. NDA സ്ഥാനാർത്ഥി C രഘുനാഥും ശക്തമായ പ്രചരണവുമായി രംഗത്തുണ്ടായിരുന്നു. കണ്ണൂരിൽ എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോഴും പ്രവചിക്കാൻ കഴിയാത്ത സ്ഥിതി. അഴീക്കോട് കഴിഞ്ഞ തവണ 6000-ലധികം വോട്ടിന് KM ഷാജിയെ KV സുമേഷ് അട്ടിമറിച്ചത് കേരളത്തിൽ തന്നെ വലിയ ചർച്ചയായിരുന്നു. KV സുമേഷിന്റെ ജനകീയതയാണ് LDFന് മുതൽക്കൂട്ടായത്. ഇത്തവണയും അതുതന്നെയാണ് LDFന്റെ പ്രതീക്ഷ. അഡ്വക്കേറ്റ് കരീം ചേലേരിയെ ഇറക്കി UDF ശക്തമായ പ്രവർത്തനമാണ് ഇക്കുറി മണ്ഡലത്തിൽ നടത്തിയത്. സുമേഷിന്റെ ജനകീയതയെ അതേ തന്ത്രം കൊണ്ട് നേരിടുകയാണ് UDF ചെയ്തത്. പുതിയ വോട്ടർമാരെ ചേർക്കുന്നത് അടക്കമുള്ള ചിട്ടയായ പ്രവർത്തനവും UDF നടത്തിയിരുന്നു. മണ്ഡലത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് LDFന്റെ ആയുധം. അഴീക്കോടും എന്തും സംഭവിക്കാമെന്നാണ് അവസ്ഥ. എന്നാൽ കഴിഞ്ഞ തവണത്തേതിലും വലിയ ലീഡ് ഉറപ്പിക്കുകയാണ് LDF. പിടിച്ചെടുക്കുമെന്നതിൽ ഒരു സംശയവുമില്ല UDFനും. ഈ വീറും വാശിയും മണ്ഡലത്തിൽ എങ്ങും കാണാനും കഴിഞ്ഞു. സംസ്ഥാനമാകെ ഉറ്റുനോക്കുന്ന മറ്റൊരു മണ്ഡലമാണ് പേരാവൂർ. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ സിറ്റിംഗ് സീറ്റ്. കഴിഞ്ഞ തവണ 3000-ഓളം വോട്ടിന് മാത്രമാണ് സണ്ണി ജോസഫ് വിജയിച്ചത്. അവിടേക്ക് LDF KK ശൈലജയെ ഇറക്കിയതോടെയാണ് ചിത്രം മാറിയത്. ഈസി വാക്കോവർ പ്രതീക്ഷിച്ചിരുന്ന സണ്ണി ജോസഫിന് മത്സരം കടുത്തു. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് എല്ലാ സർവേകളും വിലയിരുത്തി. പ്രചരണത്തിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ പ്രകടമായി. പേരാവൂരിൽ ഒരു ഇഞ്ചോടിഞ്ചും ഇല്ലെന്നാണ് UDFന്റെ അവകാശവാദം. വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും UDF അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ മണ്ഡലം പിടിച്ചെടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലെന്ന് LDF നേതാക്കളും പറയുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.